നമസ്കാരം. രണ്ട് ദൃശ്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു ദിവസത്തെ ഇടവേളയിൽ കണ്ട ദൃശ്യങ്ങളാണ്. ഒന്ന്, മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ആശ്ലേഷിക്കുന്ന മാതാ അമൃതാനന്ദമയി. രണ്ടാമത്തത്, കർക്കിടക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ നെട്ടൂരിൽ പിതൃബലി അല്ലെങ്കിൽ പിതൃതർപ്പണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ദൃശ്യം. അപ്പൊ ഈ രണ്ട് ദൃശ്യങ്ങൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? പിതൃതർപ്പണത്തിൽ നാം കാണുന്ന മുഖ്യമന്ത്രി ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. ആ സംസ്കാരത്തിൻ്റെ തുടർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് പോകേണ്ടി വരും. അതായത് ഭാരതം കണ്ടെത്തിയ ജ്ഞാനം, ഭാരതീയ ദർശനം, ആ ഭാരതീയ ദർശനം, അറിവ്, ആ അറിവ് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം, ആ സാധാരണ മനുഷ്യനെ എങ്ങനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാം, പ്രകൃതിക്കും മനുഷ്യനെ കൊണ്ട്, കാരണം മനുഷ്യൻ പ്രകൃതി കൊണ്ടാണ് ജീവിക്കുന്നത്, ആ പ്രകൃതിയെ ഓർക്കുക, ആ പ്രകൃതിയോട് നമുക്ക് ചെയ്യാനുള്ള കർത്തവ്യം, കടമ നിർവഹിക്കുക. അങ്ങനെ വളരെ മനോഹരമായി മനുഷ്യനെയും പ്രകൃതിയെയും കൂട്ടിയിണക്കുകയും അതോടൊപ്പം മുതൽ ആ ദർശനജ്ഞാനം എന്ന് പറയുന്നത് പ്രപഞ്ചോൽപത്തി മുതൽ ഉള്ള ഒരു അറിവാണ് ഈ പിതൃതർപ്പണ ദിവസത്തിൽ ഓർക്കുന്നത്. അത് ഈ ബലിതർപ്പണത്തിന് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മിക്കവാറും ഇപ്പോൾ ആലുവ പുഴയാണെങ്കിലും അതല്ല വർക്കലയാണെങ്കിലും അത് കേരളത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ ബലി തർപ്പണം നടത്തുന്ന ഈ ശാന്തിമാരുണ്ട്, അല്ലെങ്കിൽ നടത്തുന്ന ഈ സ്വാമിമാരൊന്നും അല്ല, ഈ കുറെ സംസ്കൃത ശ്ലോകമൊക്കെ അറിഞ്ഞ് ബലി നടത്തി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിപ്പോ വർക്കല ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള അവിടെ കടൽ തീരത്താണെങ്കിലും അതേപോലെ തന്നെ ഈ ആലുവ പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഷെഡ് കെട്ടി ഇത് വലിയൊരു ബിസിനസ്സാണ്. അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈ സംസ്കൃത ശ്ലോകം ഇങ്ങനെ കാണാതെ ചെല്ലുകയും ഓരോ സമയത്ത് ചെല്ലുന്ന സമയത്ത് എങ്ങനെയാണ് അരിയും എള്ളും കൂടെ കൂട്ടിക്കുഴച്ച് പിണ്ടമുണ്ടാക്കേണ്ടത്, ആ പ്രക്രിയയെല്ലാം കൃത്യമായിട്ട് അവർ മിക്ക ഈ ശാന്തിക്കാരും അത് ഈ തർപ്പണം ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. എല്ലാവരും ഇത് പോകുന്നവരൊക്കെ വളരെ ഭക്തിപൂർവ്വം ഇത് ചെയ്യാറുണ്ട്. ആ സംസ്കൃത ശ്ലോകത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നാം കാണുന്നത് പ്രപഞ്ച ഉൽപ്പത്തി മുതൽ എവിടെ ഇരുന്നാണോ ഈ വ്യക്തി തർപ്പണം ചെയ്യുന്നത് ആ സ്ഥലത്തെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ബലി ചെയ്യാനുള്ള ആ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ മന്ത്രത്തിൻ്റെ വളരെ വിശദമായി പറയേണ്ട ഒരു മന്ത്രമാണ്, അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ: ജ്ഞാതരും അജ്ഞാതരുമായിട്ടുള്ള മനുഷ്യകുലത്തിൽ ഇതുവരെ പിറന്നിട്ടുള്ള സകല ജ്ഞാതർക്കും അജ്ഞാതർക്കും നമ്മൾ നമസ്കാരം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ അവരെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്, പിതൃക്കളെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശേഷം നമ്മളുടെ വ്യക്തികളുടെ അനുഭവത്തിലേക്ക് അത് കൊണ്ടുവരിക ചെയ്യുന്നത്. വ്യക്തിയിലൂടെ ഒരു മനുഷ്യരാശിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ വഴിയിലുള്ളവരുടെയും ഉള്ള സകല പിതൃക്കൾക്കും അച്ഛൻ്റെ വഴിയിലുള്ള സകല പിതൃക്കൾക്കും നമ്മളവിടെ നമസ്കാരം അല്ലെങ്കിൽ തർപ്പണം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ അമ്മയുടെ അച്ഛൻ്റെയും വഴികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അമ്മയുടെ അച്ഛൻ്റെയും രണ്ട് വഴികളിലൂടെ വന്നത് അങ്ങനെ പോവുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ അത് സൂചിപ്പിക്കുന്നത് മനുഷ്യരാശിയിൽ പിറന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പൂർവികരായിട്ടുള്ള എല്ലാവരുടെയും പിതൃക്കളെ നമ്മൾ ഓർക്കുന്നു. ആ ഓർമ്മയിലൂടെ നമ്മൾ ഓർക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് നാം. ആ തുടർച്ച ശരിക്കും നമ്മൾ ഈ ശരീരമാണോ? അല്ല. അതും മനോഹരമായിട്ട് കാണിച്ചു തരുന്നു. എന്താണ്? ആ പിണ്ടങ്ങൾ നമ്മളെ കൊണ്ട് ഓരോ ശ്ലോകം ചെല്ലുന്ന സമയത്തും ഈ പിണ്ടങ്ങൾ ഓരോന്ന് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നു. അടുക്കി വെച്ചതിന് ശേഷം ആ കർമ്മം ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു പവിത്രക്കെട്ടുണ്ട്, ദർഭ കൊണ്ടുള്ള പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പവിത്രക്കെട്ടാണ്. ഈ പവിത്രക്കെട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന കെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേപോലൊരു കെട്ട് തുടക്കത്തിൽ നമ്മൾ കെട്ടുന്നുണ്ട്. അതായത് ഒരു ചന്ദ്രന്റെ ചാക്രിക കാലം കഴിയുമ്പോൾ, അതായത് ഒരു ചന്ദ്രന്റെ ചാക്രിക കാലം എന്ന് പറയുന്നത് 28 ദിവസമാണ്. ഒരു സ്ത്രീയുടെ ആർത്തവകാലം ചക്രം എന്ന് പറയുന്നത് 28 ദിവസമാണ്. അപ്പോൾ ഒരു
നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഒരു ചന്ദ്രൻ്റെ ചാക്രിക കാലം കഴിയുമ്പോൾ 28 ദിവസം കഴിയും. അപ്പോൾ അന്ന് ഈ ഇവിടെ ഒരു ചടങ്ങുണ്ട് 28 കെട്ടുക എന്നുള്ളത്. അതായത് ഒരു ചാക്രിക സമയം കഴിയുമ്പോൾ, കാലം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ചേരുകയാണ്. ശുദ്ധബോധത്തിൽ നിന്ന് പ്രകൃതിയിലെ ഓരോ ശബ്ദങ്ങളിലേക്കും കാഴ്ചകളിലേക്കൊക്കെ പതുക്കെ പതുക്കെ ആ കുഞ്ഞ് നീങ്ങുകയാണ്. അങ്ങനെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബന്ധപ്പെടുന്ന കെട്ടാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ എന്താണ് ചെയ്യുക? നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ജീവൻ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി അവശേഷിക്കുന്നു, നമ്മുടെ ശരീരം അവശേഷിക്കുന്നു, അവിടെ വെച്ച് ആ കെട്ടഴിയുന്നു. അതുകൊണ്ടാണ് ഈ അവസാനം ഈ മന്ത്രമെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ പവിത്രക്കെട്ട് അഴിച്ച് അതിൻ്റെ കെട്ട് ഊരി ഈ നിവർത്തിയിട്ട് ഈ പിണ്ടത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. അപ്പോഴും ഒരു ശ്ലോകം അവിടെ ചെല്ലുന്നുണ്ട്, അത് ശ്രദ്ധിച്ചാൽ അറിയാമാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു രീതി. അതായത് ഈ നാം കാണുന്ന ഭൗതിക പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും മാറ്റർ കൊണ്ട്, ഭൗതിക വസ്തു കൊണ്ട് നിർമ്മിതമാണ്. ഈ ഭൗതിക വസ്തു ഒന്നും തന്നെ സ്ഥായിയല്ല, സ്ഥിരമല്ല. ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം ഇംപെർമനൻ്റ് ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ വ്യക്തിപരമായിട്ട് ഇതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവരവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഓർത്തുകൊണ്ടാണ് തർപ്പണം ചെയ്യുന്നത്. അപ്പം അതെന്തിനാണ് ഓർക്കുന്നത് ചോദിക്കും. തീർച്ചയായിട്ടും അമ്മയും അച്ഛനും ഒക്കെ 2 വ്യക്തികളാണ്. നമ്മൾ മക്കളായിട്ട് വളരുന്നു, അവരുമായിട്ടൊക്കെയുള്ള ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ ജീവിക്കുന്നുണ്ട്. അവരുടെ സ്വഭാവം, ചിലപ്പം ചില അച്ഛൻ ദേഷ്യമുള്ള അച്ഛന്മാരായിരിക്കാം, ദേഷ്യമുള്ള അമ്മമാരായിരിക്കാം. ഓരോ വ്യക്തിക്കും അവരവരുടെ അച്ഛനമ്മമാരോടുള്ള ബന്ധങ്ങളൊക്കെ പല വിധത്തിലായിരിക്കും. ചിലരുടെ ഉള്ളിൽ മുറിവുകളുണ്ടാവും. അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള മുറിവുകളുമായിട്ട് പേര് നടക്കുന്ന മനുഷ്യരുണ്ടാവും. ആ മുറിവുകളൊക്കെ ഉണക്കാനുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു മനഃശാസ്ത്ര പദ്ധതി കൂടിയാണ് ഈ അച്ഛനെയും അമ്മയെയും നമ്മൾ ആദ്യം സ്മരിച്ചുകൊണ്ട് ഈ ബലികർമ്മത്തിലേക്ക് കിടക്കുന്നത്. അവിടെ നമ്മുടെ ഉള്ളിലെ മുറിവ് ഉണങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ദർശനത്തിന്റെ പ്രായോഗികത എന്ന് പറയുന്നത്. ഭാരതീയ ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗികത എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷനാണ്. ഒരു വ്യക്തിക്ക് എങ്ങനെ സുഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാലും അവസാനം അത് ചൊല്ലി നിർത്തുന്നത് ശാന്തി എന്ന് പറഞ്ഞിട്ടാണ്. ശാന്തി എന്ന് വെച്ചാൽ സുഖം അല്ലെങ്കിൽ സമാധാനം വേണം. വ്യക്തിയുടെ സമാധാനത്തിന്, വ്യക്തിക്ക് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിലുണ്ടാവുകയുള്ളൂ, കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാന വീക്ഷണം. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു പ്രായോഗികത എന്ന് പറയുന്നത്, നമ്മൾ ഈ പൂർവികരെ മാത്രമല്ല, മനുഷ്യരാശിയെ മാത്രമല്ല ഓർക്കുന്നത്, നമ്മൾ മൃഗങ്ങളെയും സസ്യങ്ങളെയും അതേപോലെ പ്രാണികളെ വരെ നമ്മൾ ഓർത്തുകൊണ്ട് ഈ തർപ്പണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ ശ്ലോകമെല്ലാം ആലപിച്ചതിന് ശേഷം നമ്മളോട് ഈ ശാന്തി പറയും. ഇതെടുത്തുകൊണ്ട് 3 തവണ കറങ്ങി തലയിൽ വെച്ചുകൊണ്ട് പിന്നെ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കും. അത് ചൊല്ലിക്കൊണ്ടുപോയി ഈ പുഴയിലോ അതല്ലെങ്കിൽ കടലിലോ മുങ്ങി ഇത് തർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ കടമ നിർവഹിക്കുന്നത്. കാര്യം ഈ പിണ്ടം എന്ന് പറയുന്നത് അരിയും എള്ളും ചേർന്നതാണ്. നമുക്കറിയാം കർക്കിടക മാസത്തിനെ നമ്മൾ പഞ്ഞമാസം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആലോചിക്കും, ഇപ്പം എന്തുകൊണ്ട് പഞ്ഞമാസം ശരിയാണോ? കാര്യം ഇപ്പം എല്ലാവരുടെയും കയ്യിൽ കാശൊക്കെ ഉണ്ട്, മറ്റേ ഫാസ്റ്റ് ഫുഡുണ്ട്, ഷവർമയുണ്ട്, മന്തിയൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെ പഞ്ഞമാസം എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു, ആണോ എന്ന് ആലോചിക്കും. പക്ഷേ പ്രകൃതിയിൽ ഏറ്റവും കുറവ് ഭക്ഷണം ഉണ്ടാവുന്ന സമയമാണ് ഈ സൂര്യപ്രകാശം വളരെ കുറഞ്ഞു നിൽക്കുന്ന ഈ കർക്കിടക മാസത്തിലെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയമാണ് മത്സ്യങ്ങളുടെ, വിശേഷിച്ചും ഈ കറുത്തവാവ് സമയത്താണ് മത്സ്യങ്ങളുടെ ഏറ്റവും പ്രജനനം നടക്കുന്നതിൻ്റെ മൂർധന്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ സമയങ്ങളെന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ മഴയും ഒഴുക്കും ഒക്കെ ശക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിലും ഈ മീനുകൾക്ക് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന് ദൗർലഭ്യത വരും. അവിടെയാണ് നമ്മൾ ഈ അരിയും എള്ളും കൊടുക്കുന്നത്. എള്ള് കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ മീനുകളുടെ പ്രത്യുൽപാദന ശേഷി, പ്രജനനശേഷി വർദ്ധിക്കുകയും ഇരട്ടിക്കുകയും ചെയ്യും. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് നമ്മളെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒരേ സമയത്ത് നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഭയങ്കരമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അതേ സമയത്ത് പ്രാപഞ്ചികമായ ജ്ഞാനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതറിയുന്നവർക്കോ അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കോ ആ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് കിടക്കാം. ഇതില്ലാത്തവർക്കാണെങ്കിൽ സമാധാനം കിട്ടുന്നു. അതോടൊപ്പം തന്നെ പ്രകൃതിക്ക്, നമ്മളുടെ സഹജീവികളായിട്ടുള്ള മീനുകൾക്കും, കാരണം ഇതൊരു എക്കോസിസ്റ്റമാണ്.
അതിലെ ആ കണ്ണി മുറിഞ്ഞു പോകാതിരിക്കാൻ, അവയുടെ വംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ക്ഷീണമുണ്ടാവുമെങ്കിൽ ആ ക്ഷീണത്തെ അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനോഹരമായിട്ട് അവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അവരുടെ പ്രജനന സമയത്തിന് അനുകൂലമായ രീതിയിലുള്ള എള്ള് കൊടുക്കുന്നു, അരി കൊടുക്കുന്നു. എത്ര മനോഹരമായ സംഗതിയാണ്. എന്നാൽ നമ്മൾ അമൃതാനന്ദമയിലേക്ക് വരിക. അവിടെ സംഭവിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞത് അറിവിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ അമൃതാനന്ദമയുടെ വ്യക്തിയെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടി അത് അജ്ഞതയുടെ വഴിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് നിനക്ക് ശക്തിയില്ല, നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഒരു പറച്ചിലാണ്. ഇത് ഭാരതീയ ദർശനത്തിന് ഏറ്റവും നേർ വിപരീതമായിട്ടുള്ള ഇതാണ് അജ്ഞത എന്ന് പറയുന്നത്. ഇതിനെയാണ് അവിദ്യ. മുൻപ് പറഞ്ഞത് വിദ്യയാണെങ്കിൽ ഇത് അവിദ്യയാണ്. കാരണം വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക, അവൻ്റെ ഊർജത്തിലേക്ക് നയിക്കുക, അവൻ്റെ ശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ കഴിവുകളെ പുറത്തെടുക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് ഈ ദർശനത്തിൻ്റെ അറിവിൻ്റെ ലക്ഷ്യം. അവിടെയാണ് ആ സ്വാതന്ത്ര്യത്തെയാണ് മോക്ഷം എന്ന് ഈ ഭാഷയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ചേർത്ത് പിടിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് വ്യക്തിക്ക് അവശേഷിക്കുന്ന ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുകയാണ്. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ആശ്രയിക്കുകയാണ്, ആശ്രിതനാവുകയാണ്. ഒരിക്കലും ആശ്രിതനാകുന്ന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് സർഗാത്മകമാകാനും പറ്റുകയില്ല.